ദിശയും മാറ്റാൻ നമ്മുടെ കൃഷ്ണകുമാർ സാറിനെ ജയിപ്പിക്കുക. കൃഷ്ണകുമാർ സാറിനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പാലക്കാട് അടിമുടി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾ അതിന് തയ്യാർ, വോട്ടർമാർ അതിന് തയ്യാർ, പൊതുജനം അതിന് തയ്യാർ. നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടാൻ പാലക്കാട് ഒരു MLA ഉറപ്പ്. ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാജപ. പറയണോ? പറയാനേ നമസ്കാരം. ഞാനിപ്പോൾ അല്ല ഒലവക്കോടാണ്. എന്തിനാ അവിടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് അറിയാലോ. കൃഷ്ണകുമാർ സാറാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. താമര അടയാളാണ് നമുക്കില്ലത്. നിങ്ങൾക്കറിയാം എത്ര വട്ടം മൂപ്പരോട് മത്സരിച്ചിങ്ങനെ ഈ മണ്ണിൻ്റെ നാടിൻ്റെ നാടിമുടിപ്പിനെ വ്യക്തമായിട്ട് അറിയുന്ന സ്ഥാനാർത്ഥിയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മത്സരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരുക്ക പറഞ്ഞു. ഞാൻ ഇപ്പം മിനിഞ്ഞാന്നിവിടെ വന്നീനും ഇന്നും വന്നിട്ട് നാളെ കൂടി വരും. അതെന്തിനാറിയോ? തൃശ്ശൂർ സുരേഷ് ഗോപി സാർ എടുത്ത മാതിരി പാലക്കാട് കൃഷ്ണകുമാർ സാർ ഇടുക്കും എന്നല്ല ഉറക്കം കുട്ടിപ്പാക്ക പറയുന്നത്. എന്തിനാറിയോ? അത് ഇടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം 10-60 കൊല്ലക്കാലം ഇന്ത്യ രാജ്യം കോൺഗ്രസ് ഭരിച്ചിട്ട് എന്താണ് ഒരു ചെയ്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പാലക്കാട് മത്സരിക്കണേ CPM-ന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന് കടെടുത്ത അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അവിടെ വന്നപ്പോൾ കുട്ടിപ്പാക്ക അങ്ങനെ ഒരാൾ ചാടി പോകാൻ കുട്ടികളെ ഒരു പുളിയർമ്മ കൂടുന്ന ചോളം വന്നൊരു പുളിയർമ്മയിൽ കൊണ്ടുപോയിട്ടുള്ളൂ. അല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നും പറ്റില്ല. ഒരു സന്ദീപാനിൽ പോയ 1000 സന്ദീപാനിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വന്നുകൊണ്ടേക്കാണ്. നിങ്ങൾക്കറിയാം 293 സീറ്റ് വെച്ചാണ് NDA സർക്കാർ ഭരിക്കുന്നത് അല്ലേ? ഇപ്പം അതിനിടയിൽ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവിടുത്തെ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിൻ്റെ ആള്. രാവിലെ 7 മണിക്ക് എന്താ പറഞ്ഞാലോ, ഞാൻ ജയിച്ചിട്ട് ലഡുവ കൊടുത്തു. അപ്പം തന്നെ ഞാൻ കോൺഗ്രസിൻ്റെ മക്കളോട് പറഞ്ഞു, കുട്ടികളെ 11 മണിയായാലും നിങ്ങൾ മുക്കും, നിങ്ങൾ പന്തൽ പൊഴിഞ്ഞാടും. നമ്മളെ പന്തൽ പൊഴിഞ്ഞാടില്ല. നമ്മൾ രാജ്യത്തിനു വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ പ്രധാനമന്ത്രി ചെയ്തിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം നടക്കുന്ന ഒന്ന് മഹാരാഷ്ട്രയിൽ ജാർഖണ്ഡാണ്. ഇതൊക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ബഹുഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയും. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോട് പറഞ്ഞില്ലെന്താ പറയുക, കൃഷ്ണകുമാർ സാറിനെ താമര അടയാളത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കണം എന്നില്ലാണ് കുട്ടിപ്പാക്ക് പറഞ്ഞത്. ഞാനൊരു മാപ്പിള സംഖ്യയാണെന്ന് കമ്മ്യൂണിസ്റ്റുകാരാ പറയല്. എനിക്കതിന് എതിർപ്പില്ല. ജനിച്ചപ്പോൾ തന്നെ എന്തുകൊണ്ട് RSS ആയില്ല എന്ന് പറയുന്ന ആളാണ് കുട്ടിപ്പാക്ക. അപ്പോൾ സംഖ്യയിൽ തന്നെ പറഞ്ഞതിന് പറയാൻ യാതൊരു വിധ വേചാറുമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പാലക്കാടിന് ഒരു മുത്തുമണി MLA നിങ്ങൾക്ക് കിട്ടും. വോട്ട് നിങ്ങൾ താമരക്ക് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.